നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം എന്നുള്ള ചൂടേറിയ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ഡൽഹിയിൽ AICC വക്താവായ KC വേണുഗോപാലിന്റെ വീട്ടിലും കേരള ഹൗസിലുമായി കേരളത്തിൽ നിന്നുള്ള സിറ്റിംഗ് MLA-മാർ അടക്കമുള്ള മത്സരിക്കാൻ താല്പര്യമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതിനിടയിൽ ഇക്കുറിയും പിണറായി വിജയന്റെ സ്വപ്നം പോലെ തന്നെ 3.0 ഭരണം ആവർത്തിക്കുന്നതിന് വേണ്ടി, തുടർ ഭരണം ആവർത്തിക്കുന്നതിന് വേണ്ടി, അഥവാ കേരളത്തിന്റെ തുടർ ഭരണം പിണറായി വിജയന്റെ കൈകളിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെ കോൺഗ്രസിനകത്ത് രൂക്ഷമായ ഭിന്നതകൾ രൂപം കൊള്ളുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് പടലപ്പിണക്കങ്ങൾ ഇതോടെ ആരംഭിച്ചിരിക്കുന്നു. ചൂടേറിയ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ 50 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ 35 മണ്ഡലങ്ങളിൽ ഒരേ ഒരു പേരിലേക്ക് മാത്രം ചർച്ച എത്തിയിരിക്കുന്നു. അതായത് മറ്റു പേരുകളെല്ലാം മാറ്റിക്കൊണ്ട് 35 മണ്ഡലങ്ങളിൽ സ്വീകാര്യമായ ഒരു പേരുകാരനിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ 35 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയാവുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നാൽ കോൺഗ്രസിനകത്ത് നിന്നും നിലവിൽ സിറ്റിംഗ് MP-മാർ മത്സരിക്കേണ്ട, അങ്ങനെ സിറ്റിംഗ് MP-മാർ മത്സരിക്കുകയാണെങ്കിൽ തങ്ങൾ മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം MLA-മാർ അടക്കമുള്ള നേതാക്കൾ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കും എന്ന് രഹസ്യമായി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ചൂടേറിയ വാർത്താവിശേഷമായി പുറത്തു വരുന്നത്. സിറ്റിംഗ് MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ഉള്ളത് എങ്കിലും 5 സിറ്റിംഗ് MP-മാരെങ്കിലും വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിക്കണം എന്നൊരു ഇളവ് അവർക്ക് കൊടുക്കുവാനുള്ള തീരുമാനത്തിലും നീക്കത്തിലുമാണ് AICC നേതൃത്വം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള 5 MP-മാരുടെ പേരുകളാണ് ഈ മത്സരത്തിന് വേണ്ടി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ സിറ്റിംഗ് MLA-മാരടക്കമുള്ള മത്സരിക്കാൻ താല്പര്യമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇടഞ്ഞു മാറി നിൽക്കുന്നത്. സിറ്റിംഗ് MP-മാർ മത്സരിക്കുകയാണെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി കേരളത്തിൽ ഉണ്ടാകും. കാരണം സിറ്റിംഗ് MP-മാർ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ വീണ്ടും ആ മണ്ഡലങ്ങളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായി വരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ക്ഷീണം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് എക്കാലത്തെയും വലിയ മാനക്കേടായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ഉദാഹരണമായി അടൂർ മണ്ഡലം തന്നെയാണ് കാണിക്കുന്നത്. അടൂർ പ്രകാശ് വീണ്ടും MP-ആയ അടൂർ പ്രകാശ് വീണ്ടും നിയമസഭയിലേക്ക് കോന്നി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സുശക്തമായ സാന്നിധ്യം പോരാട്ടം കാഴ്ചവെച്ച മണ്ഡലമാണ് കോന്നി. അങ്ങനെയെങ്കിൽ വീണ്ടും അടൂർ പ്രകാശ് അവിടെ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ വിജയ സാധ്യതകൾ എന്താണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മാത്രമല്ല അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടതായി വരും എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ സിറ്റിംഗ് MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ 5 MP-മാരെങ്കിലും മത്സരിക്കാൻ സന്നദ്ധരായി ഉണ്ട്, അല്ലെങ്കിൽ 5 MP-മാർ മത്സരിക്കണം എന്നാണ് AICC-യുടെ തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KC വേണുഗോപാൽ മത്സരിക്കണം എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യം തന്നെയാണ്. എന്നാൽ MP ആയി ഇപ്പോൾ നിലവിൽ സിറ്റിംഗ് MP-ആയ K സുധാകരനും അടൂർ പ്രകാശും MK രാഘവനുമെല്ലാം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിൽ കൂടി ആ ഒരു പട്ടികയിലേക്ക് വരുമ്പോൾ തീർച്ചയായും അത് അനുവദിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് നിലവിലുള്ള പല MLA-മാരും ചൂണ്ടിക്കാണിക്കുന്നത്. MP-മാർ നിലവിൽ മത്സരിക്കേണ്ട എന്ന് തന്നെയാണ്. അങ്ങനെ MP-മാർ മത്സരിക്കുന്നുണ്ട് എങ്കിൽ തങ്ങൾ മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ സിറ്റിംഗ് MLA-മാരടക്കമുള്ള മത്സരിക്കാൻ താല്പര്യമുള്ള നേതാക്കൾ മാറി നിൽക്കുമ്പോൾ അത് കോൺഗ്രസിനകത്ത് വലിയ ഭിന്നതകൾക്ക് രൂപം നൽകും. പടലപ്പിണക്കങ്ങൾ ഉണ്ടാകും. കോൺഗ്രസ് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും. ശക്തമായ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് നിലവിൽ ജയിച്ചു കയറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, ജയിക്കത്തക്ക രീതിയിലുള്ള കോൺഗ്രസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുമ്പോൾ, കനകോലുവിന്റെ കൃത്യമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോഴാണ് MP-മാർ മത്സരിക്കുന്ന ഒരു പ്രശ്നത്തെ ചൊല്ലി കേരളത്തിൽ MLA-മാരടക്കമുള്ള മത്സരിക്കാൻ താല്പര്യമുള്ള നേതാക്കൾ തമ്മിൽ പോരടിക്കുന്നത്, അഥവാ കേന്ദ്ര നേതൃത്വത്തെ ഈ വിവരം അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിലുള്ള MP-മാർ, അതായത് KC വേണുഗോപാലിനെ പോലുള്ള MP-മാർ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്ത് കേന്ദ്ര നേതൃത്വത്തിലുള്ള ഒരു നേതാവ് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ആ സ്ഥാന പേരുകാരനിലേക്ക് പോകും എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് ഇപ്പോഴുള്ള പല പടലപ്പിണക്കങ്ങൾക്കും കാരണമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി കുപ്പായം അടിച്ച് കാത്തിരിക്കുന്ന പലർക്കും MP-മാർ മത്സരിക്കുന്നതിനോട് കൃത്യമായി വിയോജിപ്പാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
എന്തായാലും ഇപ്പോൾ MLA മാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു. അഥവാ MLA മാർ കേന്ദ്ര നേതൃത്വത്തെ വിവരം അറിയിച്ചിരിക്കുന്നു. നിലവിലുള്ള സിറ്റിംഗ് MP മാർ കേരളത്തിൽ നിയമസഭാ മത്സരത്തിൽ മത്സരിക്കേണ്ടതില്ല. അങ്ങനെ അവർ മത്സരിക്കും എന്നുണ്ടെങ്കിൽ ഞങ്ങളിൽ പലരും ഈ രംഗത്ത് നിന്ന് മത്സരിക്കാതെ മാറി നിൽക്കും എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ അത് പൊട്ടിത്തെറിയുണ്ടാക്കും, UDF-ൽ തകർച്ചയുണ്ടാക്കും. വീണ്ടും കോൺഗ്രസ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള സാധ്യതകളാണ് ഉണ്ടാകാൻ പോകുക. അങ്ങനെയെങ്കിൽ വീണ്ടും പിണറായി വിജയന് 3.0 ആവർത്തിച്ച് തുടർ ഭരണം നേടുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ കൈകളിലേക്ക് അധികാരം വെച്ചു കൊടുക്കുന്ന പരിപാടിയായിരിക്കും കോൺഗ്രസ് ഇതിലൂടെ നൽകുക അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുക എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം കൃത്യമായി തന്നെ കണക്കുകൂട്ടലോട് കൂടി തന്നെയാണ് ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഉറച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ ഭരണത്തിലെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.